നമസ്കാരം. T20 ലോകകപ്പിലെ ഐതിഹാസിക വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വാനോളം പുകഴ്ത്തി മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്ക് അതർട്ടൺ. ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്ത് കിരീടം നിലനിർത്തിയ ഇന്ത്യ ഒരേ സമയം 3 ICC ട്രോഫികൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരത്തിൻ്റെ പടിവാതിൽക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലും ഇപ്പോൾ T20 ലോകകപ്പിലും ന്യൂസിലൻഡിനെ തന്നെ കീഴടക്കി ഇന്ത്യ കിരീടം ചൂടിയിരിക്കുകയാണ്. 2027 ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് കൂടി നേടാനായാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ 3 പ്രധാന പരിമിത ഓവർ കിരീടങ്ങളും ഒരേ സമയം കൈവശം വെക്കുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറുമെന്ന് അതർട്ടൺ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ICC ടൂർണമെൻറ്റുകളിലായി കളിച്ച 32 മത്സരങ്ങളിൽ 30 എണ്ണത്തിലും ഇന്ത്യ വിജയിച്ചു. ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോടും ഈ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോടും മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഇപ്പോൾ അജയ്യരാണ് എന്ന് മൈക്ക് അതർട്ടൺ കൂട്ടിച്ചേർത്തു. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലിറങ്ങിയ ടീം ഇന്ത്യ ആധികാരികമായ പ്രകടനമാണ് 2026 ലോകകപ്പിൽ പുറത്തെടുത്തത്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയോട് തോറ്റത് സെമി പ്രതീക്ഷകൾക്ക് വെല്ലുവിളിയായെങ്കിലും ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജു സാംസൺ നേടിയ തകർപ്പൻ 97 റൺസിൻ്റെ പിൻബലത്തിലാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത്. ന്യൂസിലൻഡിനെ നിഷ്പ്രഭമാക്കിയാണ് സ്വന്തം മണ്ണിൽ തുടർച്ചയായ 2ാം T20 ലോകകപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയത്. ഇനി 2027 നടക്കുന്ന ഏകദിന വേൾഡ് കപ്പ് കൂടി ഇന്ത്യയിലെത്തിക്കുകയാണെങ്കിൽ 3 ഫോർമാറ്റിലും ഒരേ സമയം ലോക ചാമ്പ്യന്മാരാകുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.